പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും വീണ്ടും ഹാർവസ്റ്റ് ടിവിയിലെ ഈ എപ്പിസോഡിലേക്ക്, ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പൗലോസ് അങ്കിളാണ്. അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ തിരുവചനത്തിലോട്ട് നീങ്ങുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രിയ പൗലോസ് അങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അങ്കിളുടെ മേൽ പകരപ്പെടണം. അങ്കിളുടെ സാമ്പത്തികമായ എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ബലവും പകരപ്പെടാനായിട്ട് പോവുകയാണ്. അങ്കിളുടെ മേൽ അസാധാരണ ഹീലിങ്ങും ഡെലിവറൻസും ഫിനാൻഷ്യൽ ഫ്രീഡവും വെളിപ്പെടാനായിട്ട് പോവുകയാണ്. തിരുക്കരത്തിൽ ഞങ്ങൾ അങ്കിളിനെ ഏൽപ്പിക്കുന്നു, ഫാമിലിയെ ഏൽപ്പിക്കുന്നു, ആ കുടുംബത്തിലെ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു, അവരുടെ ഭാര്യമാരെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, അവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ തുടർമാനമായ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ദ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി എന്ന വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മളായിരിക്കുന്നത് ഇപ്പോൾ ദൈവരാജ്യം എന്ന ക്ലൈമറ്റിൻ്റെ അകത്താണ്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു, പഴയ നിയമത്തിലെ ഏദൻ, കനാൻ എന്ന ഈ രണ്ട് ആശയങ്ങളും പുതിയ നിയമത്തിൽ ദൈവരാജ്യം എന്ന ആശയത്തിലേക്കാണ് കൊണ്ട് നമ്മളെ റീകണക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു, ഹല്ലേലൂയ, വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയും ജീവിക്കേണ്ടത് ഈ ദൈവരാജ്യം എന്ന ഗ്ലോറിയസ് ക്ലൈമറ്റിൻ്റെ അകത്താണ് എന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്രയും മനസ്സിലായവർ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവരാജ്യത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ അകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ പിശാചിന് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാനായി സാധിക്കത്തില്ല. പിശാചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൻ്റെ അകത്ത് വന്നാൽ നിർവീര്യമായി പോകും. പിശാചിൻ്റെ എല്ലാവിധമാകുന്ന പ്രോഗ്രാമിങ്ങുകളും ഈ ദൈവരാജ്യത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ അകത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് നിഷ്ഫലമായി പോകും, അത് നിർവീര്യം ആയി പോകുവാനായിട്ട് ഇടയായിത്തീരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പിശാചിന്റെ പ്രോഗ്രാമിങ്ങുകൾ എൻ്റെ ലൈഫിൽ നടക്കുക ഇല്ല? ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അകത്ത് പിശാചിന് വസിക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവരാജ്യ അനുഭവത്തിൻ്റെ അകത്ത് പിശാചിൻ്റെ പ്രോഗ്രാമിങ്ങുകൾ ആക്ടിവേറ്റ് ആകുകയില്ല. ആമേൻ. പിശാചിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിലെ അനുഭവത്തിൽ മാത്രമാണ്, ഈ ഭൂമിയിൽ മാത്രമാണ്. അവൻ ഊടാടി സഞ്ചരിച്ച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ഊടാടി സഞ്ചരിച്ച് അവരെ കൊല്ലുകയും അറുക്കുകയും മോഷ്ടിക്കുകയും അവൻ്റെ പ്രോഗ്രാമിങ്ങുകളാകുന്ന വൈറസുകൾ, അറ്റാക്കുകൾ, രോഗങ്ങൾ, ആക്സിഡന്റുകൾ എല്ലാം ഇടാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിൽ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ അദൃശ്യമായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, കനാനിൻ്റെ ഏദൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ ലൈഫിൽ പിശാചിൻ്റെ പ്രോഗ്രാമിങ്ങുകൾ ആക്ടിവേറ്റ് ആകുകയില്ല. ഹല്ലേലൂയ. പിശാച് നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ പ്രവേശിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരും. അപ്പം നിങ്ങൾ ചോദിക്കും, ബ്രദറെ, പിന്നെ എങ്ങനെയാണ് പിശാച് ഏദൻ്റെ അകത്ത് പ്രവേശിച്ചത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരു മത്സ്യത്തിൻ്റെ സോണാണ് വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളത്തിൽ നമ്മൾ എടുത്തു ചാടിയാൽ നമുക്ക് 2, 3, 4 മിനിറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമുക്കറിയാം അത് നമ്മുടെ മനുഷ്യൻ്റെ സോൺ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കിടന്ന് പെടയുവാനായിട്ട് മരിക്കുവാനുമായിട്ടും ഇടയായിത്തീരും. എന്നാൽ മത്സ്യത്തെ സംബന്ധിച്ച് ആ വെള്ളം എന്ന് പറയുന്നത്, സമുദ്രം എന്ന് പറയുന്നത്, അത് അവൻ്റെ സോണാണ്, അവൻ ജീവിക്കേണ്ട സ്ഥലമാണ്. ഹല്ലേലൂയ. അവന് മാത്രമേ അതിൻ്റെ അകത്ത് ചലിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ഗ്ലോറി റലത്തിൻ്റെ അകത്തേക്ക് വന്ന് പരീക്ഷിക്കുവാൻ
പിശാചിന് അല്പനേരം കഴിയുമെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആമേൻ നമ്മൾ പരീക്ഷകളെ ജയിക്കുമെങ്കിൽ ആമേൻ പിശാചിന് ഇതിൻ്റെ അകത്ത് പിന്നെ ആമേൻ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് ആമേൻ കരയിലിടുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? അത് കിടന്ന് പെടയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നത് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന എന്നെ തൊടാൻ പിശാചിന് മാക്സിമം 3 മിനിറ്റേ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. എക്സാക്ട്ലി 3 മിനിറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ എന്നെ തൊട്ടാൽ അവൻ പെടഞ്ഞു ചാകും. റാസ്കറ്റസ് റൊഫോലിയാൻറ്റസ് റാബിയാൻറ്റസ് ക്രോബാനിയാഷറ്റസ് ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പിശാചിനെ പരീക്ഷിക്കുവാനായിട്ട് അല്പനേരത്തേക്ക് ഇതിലേക്ക് എൻട്രി ഉണ്ടെങ്കിലും അതിനുള്ളിൽ നമ്മൾ അവനെ ജയിക്കുമെങ്കിൽ, നമ്മുടെ ചുറ്റും ഗ്ലോറി ക്ലൈമറ്റ് നിലനിൽക്കുമെങ്കിൽ, ഏതെൻ്റെ അനുഭവം നിലനിൽക്കുമെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ചെതറി വീഴും. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് സങ്കീർത്തനം 91 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനെ കുറിച്ചാണ്. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവനെ കുറിച്ചാണ്. അവന്റെ അടുക്കൽ ആമേൻ ഹല്ലേലൂയ എന്തൊക്കെ വന്നാലും ആമേൻ രാത്രിയിലെ ഭയത്തെ, പകൽ പറക്കുന്ന അസ്ത്രം, ആമേൻ ഇങ്ങനെയുള്ള പല ഇരുട്ടിന്റെ അറ്റാക്കുകൾ വന്നാലും അത് ചെതറി വീഴും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആമേൻ സങ്കീർത്തനം 91 നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അകത്ത് പല പല കാര്യങ്ങളെക്കുറിച്ച് ആമേൻ പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. Surely he will save you from the fowler's snare, from the deadly pestilence. He will cover you with his feathers. Amen. Hallelujah. You will not fear the terror of the night. രാത്രിയിലെ ഭയത്തെ, പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് പിശാച് എപ്പോഴും നമുക്കെതിരെ വരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നീ അത്യുന്നതന്റെ മറവിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ റെലം ഓഫ് ഗ്ലോറിക്കകത്താണെങ്കിൽ, നിന്റെ വശത്ത് 1000 പേര് വീഴും, വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ഇങ്ങനൊരു ക്ലൈമറ്റ് ഉണ്ട്. ഇസ്രായേൽ മക്കൾ നടന്ന ഒരു ക്ലൈമറ്റ് ഇതാണ്. പകൽ സൂര്യനാണോ, ചുട്ടുപൊള്ളുന്ന സൂര്യനാണോ, അവർക്ക് പ്രശ്നമല്ല. രാത്രി എന്തൊക്കെയുണ്ടോ പ്രശ്നമല്ല. കാരണം they are in the realm of glory. കാരണം അവരുടെ ചുറ്റും പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നത്തെ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നാൾ ലോകത്തിന് ഭവിച്ചത് ക്രിസ്ത്യാനിക്കും ഭവിച്ചു, ലോകത്തിന് ഭവിച്ചത് ക്രിസ്ത്യാനിക്കും ഭവിച്ചു. ലോകം എന്തിലൂടെ കടന്നു പോകുന്നോ അതിലൂടെ തന്നെ ചർച്ചും കടന്നുപോയി. എന്നാൽ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. ആമേൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിങ്ങളെ ബാധിക്കത്തില്ല. കാരണം നിങ്ങൾ ലോകത്തിലല്ല, ലോകത്തിന്റെ അകത്തിലെ ഏദൻ തോട്ടത്തിലാണ്. നിങ്ങൾ ലോകത്തിലല്ല. യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവ രാജ്യത്തിലാണ്. ഇതിന്റെ അകത്ത് ലോകത്തിന് കടക്കാൻ പറ്റത്തില്ല. പിശാചിന്റെ വൈറസുകൾക്ക് കടക്കാൻ പറ്റുകയില്ല. ലോകം ഇതിന്റെ അകത്ത് കയറി ബാധിക്കത്തില്ല. റാസ്കറ്റസ് ബ്രോഹോഷിയാംറ്റസ് ലാർഹി മകോറ്റസ് റേബിയാൽറ്റസ് സാംബ്രിഹോറ്റസിയ ലെർബിഹോഷിയ. സങ്കീർത്തനം 91:11 പറഞ്ഞിരിക്കുന്നു, for he will command his angels. ഇതിന്റെ അകത്ത് ഏഞ്ചലിക് പ്രസൻസ് ഉണ്ട്. അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. റാസികാറ്റസ്, നീ ദൈവരാജ്യ അനുഭവത്തിന്റെ അകത്താണെങ്കിൽ ഇതിന്റെ അകത്ത് നിനക്ക് വേണ്ടി ആമേൻ ദൂതന്മാരുടെ ക്ലൈമറ്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് നിനക്ക് വേണ്ടി ആമേൻ ദൂതന്മാരുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ നിനക്ക് ഒന്നും ഹാനി വരത്തില്ല. അവർ പാമ്പുകളുടെ മേലും തേളിന്റെ മേലും ചവിട്ടും. ഹല്ലേലൂയ. ബാലസിംഹങ്ങളെ ആമേൻ അവർ മെതിച്ചു കളയും. ഇതിന്റെ അകത്ത് നിനക്കെതിരെ വരുന്ന ബാലസിംഹങ്ങളെ നീ മെതിക്കാൻ പോവുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഒരു ഡെലിവറൻസ് വ്യാപരിക്കുകയാണ്. ആക്ടിവേറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. നിങ്ങളുടെ വീട്ടിൽ ദൈവരാജ്യത്തെ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുക. നിന്റെ ലോകത്തിൽ എന്തും ഭവിക്കട്ടെ, കൊറോണ വ്യാപരിക്കട്ടെ, ലോകത്തിൽ എന്തും നടക്കട്ടെ, നിന്നെ തൊടത്തില്ല. പകൽ സൂര്യൻ, രാത്രി ചന്ദ്രൻ നിന്നെ ബാധിക്കത്തില്ല. നിന്റെ വശത്ത് 1000 പേര്, വലത്തുവശത്ത് 10,000 പേര്, നോ പ്രോബ്ലം. നീ അത്യുന്നതന്റെ മറവിലാണ്. നീ സർവശക്തന്റെ നിഴലിന്റെ കീഴിലാണ്. മീനിങ് ദാറ്റ് ഈസ് ദ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി.
ക്ലൈമറ്റ് ഓഫ് ഗ്ലോറിക്കകത്ത് കയറി കളിക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പിശാചിൻ്റെ കേഴ്സുകൾ മുഴുവൻ ആദാമിൻ്റെയും ഹൗവയുടെയും ലൈഫിൽ ആക്ടിവേറ്റ് ആയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏദനിൽ നിന്ന് അവരെ പുറത്തിറക്കിയതിന് ശേഷം മാത്രമാണ്. ഏദനിൽ നിന്ന് 3-ാം അധ്യായത്തിൽ ദൈവം ആദാമിനെയും ഹൗവയെയും പുറത്തിറക്കി കഴിഞ്ഞപ്പോഴാണ്, ആമേൻ ഹല്ലേലൂയ, ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് പിശാചിൻ്റെ പരിപാടികൾ, കേഴ്സുകൾ, അറ്റാക്കുകൾ അവരെ ബാധിക്കാൻ തുടങ്ങിയത്. മരണം പോലും ബാധിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇന്നൊരു ദൂത് പറയാം, ഇന്ന് ചിലരുടെ ലൈഫിൽ മരണം മാറിപ്പോകും. ഞാൻ പ്രവചിക്കുന്നു, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിലരുടെ ലൈഫിൽ മരണങ്ങൾ നീങ്ങുകയാ. എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടുകയാണ്. ചിലർ എന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ മരണം നീങ്ങി ജീവൻ വ്യാപരിക്കും. കാരണം ഈ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറിക്കകത്ത് ആമേൻ ജീവജലമുണ്ട് കേട്ടോ, ജീവജലമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ലാർഹി സോഫോറ്റസ് റഹീമകോറ്റസ് ക്ലാബ്രകോഷിയാൻറ്റസ് ക്രാംറ്റി ലർഹോഷർ ബഹോസിയാംറ്റസ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിൽ ആമേൻ പൂർണ്ണമായ ആ ദൈവരാജ്യ അനുഭവത്തിൻ്റെ അവസാന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ദൈവരാജ്യത്തിന് 2 പതിപ്പുകളുണ്ട്. ഒന്ന് ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി ഇൻ ദ പ്രസന്റ് ആൻഡ് ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി ഇൻ ദ ഫൈനാലിറ്റി. അതായത് ഇപ്പോഴത്തെ ദൈവരാജ്യ അനുഭവം, ആമേൻ ഇനി ഫൈനലായിട്ട് വരാൻ പോകുന്ന ദൈവരാജ്യ അനുഭവം. ഇവിടെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ആമേൻ യോഹന്നാൻ ആമേൻ അപ്പോസ്തലൻ ആമേൻ ഫൈനൽ ദൈവരാജ്യത്തെ കാണുകയാണ്. 22-ാം അധ്യായം അവിടെ ഫൈനൽ ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവിടെ അതിൻ്റെ 22-ന്റെ 3-ൽ എഴുതിയിരിക്കുകയാണ്, നോ ലോങ്ങർ വിൽ there be any curse. Hallelujah, hallelujah. There will be healing and the leaves of the tree are for the healing. Oh rasikala brahoshiamtas എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യ ക്ലൈമറ്റിന്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ ആമേൻ no more there will be any curse upon you. പല ക്രിസ്ത്യാനികളെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോഴും കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ശാപങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറിയിലേക്ക് അവർ പ്രവേശിക്കാത്തത് കൊണ്ടാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കേഴ്സുകൾ ബ്രേക്ക് ആകട്ടെ. കേഴ്സുകൾ എപ്പോൾ തൊട്ടാണ് വർക്ക് ചെയ്തതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ ആമേൻ. ഏദന്റെ അകത്തല്ല കേഴ്സ്, ഓ ഏദന് പുറത്താണ് കേഴ്സ്. ദൈവരാജ്യ അനുഭവത്തിന്റെ അകത്ത് കേഴ്സ് ഇല്ല. നോ കേഴ്സ്, നോ അറ്റാക്ക് ഓഫ് ദ ഡാർക്ക്നെസ്, നോ പവർ ഓഫ് ഡാർക്ക്നെസ്. സോ ഹല്ലേലൂയ. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് തിന്നതുകൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവർ. പക്ഷെ എപ്പോൾ തൊട്ടാണ് ശാപം വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവർ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറിയുടെ പുറത്താകുകയാണ്. ഹല്ലേലൂയ. അതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആമേൻ പിശാചിന് നിന്നെ തൊടാൻ പറ്റും. ആ തൊടുന്നതിൻ്റെ പേരാണ് ഈ കേഴ്സ്. ഹല്ലേലൂയ. നിരന്തരമായിട്ട് പിശാച് നിങ്ങളെ പല ഏരിയകളും തൊട്ടോണ്ടിരിക്കുകയാണോ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കം ബാക്ക് ടു ദ റെലം ഓഫ് ഗ്ലോറി. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ഭൂമിയിൽ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ റെവലേഷൻ 22:3 വെളിപ്പാട് 22:3 പറഞ്ഞതുപോലെ നോ ലോങ്ങർ there will be any curse. നിങ്ങളുടെ ലൈഫിലെ കേഴ്സുകൾ ഇന്ന് തീരാനായിട്ട് പോവുകയാണ്. ലാർഹിമോ നോഷറ്റാറാക്കിയ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ചിലരുടെ വീട്ടിൽ ഇപ്പോൾ ദൈവപ്രവൃത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ചിലർ അമ്മേനെ വിച്ച് ക്രാഫ്റ്റുകൾ ഛർദ്ദിച്ചു പോകുന്ന പോലത്തെ ഒരു അനുഭവം ഇപ്പോൾ ഉണ്ടാകുകയാണ്. ചിലരുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഹാർവസ്റ്റ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ വീടുകളിൽ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വീടുകളിൽ ഇപ്പോൾ ഡെലിവറൻസ് നടക്കുന്ന ഒരു കാഴ്ച, ഒരു അറിവ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകുകയാണ്. ചിലർക്ക് ഛർദ്ദിക്കാൻ തോന്നുന്ന പോലെ നിങ്ങൾ ഛർദ്ദിച്ചാട്ടെ, ഡെലിവറൻസ് നടക്കുകയാണ്. And come back to the realm of glory. Amen. Deliverance ആയി കഴിഞ്ഞ് പുറത്ത് നിൽക്കരുത്. You come back, you come back, you come back to the realm of glory. എന്നോട് ദൈവം പറയുന്നു, ചിലർ ഇന്ന് ഡെലിവർ ആകും. ഹല്ലേലൂയ. പിശാചിന് എൻട്രി ഇല്ലാത്തൊരു ലെവലിലേക്ക് നിങ്ങൾ കയറാനായിട്ട് പോവുക. പിശാചിന് ആക്സസ് ഇല്ലാത്ത ആമേൻ ഒരു റലത്തിലേക്ക് നിങ്ങൾ കയറാൻ പോവുക. ചില ഓഫീസുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ചില പ്രത്യേകമാകുന്ന ഫിംഗർ പ്രിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എൻട്രി ഉള്ളൂ. ഹല്ലേലൂയ. ആ ക്യാബിൻ്റെ അകത്തേക്ക് ചിലർക്ക് എൻട്രി ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, പിശാചിന് എൻട്രി ഇല്ലാത്തൊരു സോൺ ഉണ്ട്. അതിൻ്റെ പേരാണ് റെലം ഓഫ് ഗ്ലോറി.
ഹല്ലേലൂയ. ഞാൻ പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനികളെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അവർ പിശാചിന്റെ സെയിം ലെവലിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. പിശാചുമായിട്ട് എപ്പോഴും ഫൈറ്റിങ്ങിലാണ് നിൽക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവിടെയല്ല. നിങ്ങൾ വാഴ്ചകളുടെയും അധികാരങ്ങൾക്കും ലോകാധിപതികൾക്കും അത്യന്തം മീതെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ സത്യങ്ങൾ ചിലത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവൻ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും അത്യന്തം മീതെ ക്രിസ്തുയേശുവിനോട് കൂടെ നമ്മളെ ഇരുത്തി. എഫേസ്യർ 1:20 2:6 കൂടെ ചേർത്താണ് നമ്മൾ പറഞ്ഞത്, ക്രിസ്തുവിനെ അത്യന്തം മീതെ ഇരുത്തി. ഹല്ലേലൂയ. നമ്മളെയും അത്യന്തം മീതെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇരുത്തി. ആ റലത്തിലേക്ക് പിശാചിന് പ്രവേശനമില്ല. എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ റലത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമ്പോഴാണ് അവൻ്റെ അറ്റാക്കുകൾ പോലും നമുക്ക് വരുന്നത്. ഹല്ലേലൂയ. ആ റലത്തിൽ നിങ്ങൾ തുടരുമെങ്കിൽ നോ അറ്റാക്സ് ഫോർ യു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും യുദ്ധം, എല്ലാ ദിവസവും വെട്ടുക, എല്ലാ ദിവസവും അറ്റാക്കിന് നേരിട്ടുകൊണ്ടിരിക്കുക? അത് പഴയ നിയമത്തിൻ്റെ സിസ്റ്റമാണ്. പഴയ നിയമത്തിൽ ഹിത്യരുമായിട്ട് എപ്പോഴും യുദ്ധമാണ്. യുദ്ധം ചെയ്താണ് അവർ റെസ്റ്റിലോട്ട് കയറിയത്. യുദ്ധം ചെയ്തിട്ടാണ് അവർ യുദ്ധം ചെയ്ത് ഹിത്യരെയും യെബൂസ്യരെയും തകർത്താണ് അവർ റലം ഓഫ് ഗ്ലോറി റെസ്റ്റിലേക്ക്, കനാനിലേക്ക് കയറിയത്. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശു എല്ലാം കാൽവറിയിൽ പൂർത്തീകരിച്ചു. കൊലോസ്യർ 2:14 പറയുന്നു, അവൻ ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു പരസ്യ കോലമാക്കി. ഇനി നിങ്ങൾ തുടങ്ങേണ്ടത് റലം ഓഫ് ഗ്ലോറിക്കകത്താണ്. ഞാനൊരു കാര്യം പറയട്ടെ, പുതിയ നിയമ ചർച്ച് തുടങ്ങുന്നത് തന്നെ ആത്മാവിൻ്റെ അദൃശ്യമാകുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്. പുതിയ നിയമ സഭയുടെ ആരംഭം. നമ്മൾ ഫൈറ്റ് ചെയ്ത് റലം ഓഫ് ഗ്ലോറിയിലോട്ട് കയറുകയല്ല. നമുക്ക് വേണ്ടി യേശു ഫൈറ്റ് ചെയ്ത് തീർത്തു എന്ന് വിശ്വസിക്കുക. നമ്മുടെ ഒരേ ഒരു ജോലി ഇതാണ്, നമ്മൾ ആ റെലം ഓഫ് ഗ്ലോറിയിൽ കണ്ടിന്യൂ ചെയ്യുക. ഹല്ലേലൂയ. നമ്മൾ ആ റെലം ഓഫ് ഗ്ലോറിയിൽ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. അത് അറ്റാക്കുകൾ ഇല്ലാത്ത സോണാണ്. ഹല്ലേലൂയ. അറ്റാക്കുകൾക്ക് കയറാൻ കഴിയാത്തൊരു സോണാണ് ദ റെലം ഓഫ് ഗ്ലോറി. ഹല്ലേലൂയ. ആ റെലത്തിൽ പിശാച് കയറിയാലും 2-3 മിനിറ്റേ അവന് അവിടെ ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവൻ്റെ പ്രോഗ്രാമിങ്ങുകൾ ഡീആക്ടിവേറ്റ് ആയി പോകും. ഞാൻ പറയാം, ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഡിമോണിക് പ്രോഗ്രാമിങ്ങുകൾ മുഴുവൻ, നിങ്ങൾക്കെതിരെ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആക്സിഡൻറ്റുകൾ, നിങ്ങൾക്കെതിരെ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാര ദൂതൻ, ഇങ്ങനെ പല കാര്യങ്ങൾ അവൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുക. ആ പ്ലാനിങ്ങുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫിൽ ആ പ്ലാനിങ്ങുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഡിമോണിക് പ്രോഗ്രാമുകളെയും ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ആ ഡിവൈൻ ഗ്ലോറിയസ് ക്ലൈമറ്റിൽ തന്നെ തുടരണം? ഞങ്ങൾ ആ ഡിവൈൻ ഗ്ലോറിയസ് ക്ലൈമറ്റിൽ തന്നെ തുടരണം. ആ ക്ലൈമറ്റിൻ്റെ അകത്ത് പിശാചിന് ഇടവില്ലെന്നേ. ആ ക്ലൈമറ്റിൻ്റെ അകത്ത് പിശാചിന് അധികം സമയം നിൽക്കാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. ലൂക്കോസ് അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. അതിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 1 ഇരുട്ടിൻ്റെ രാജ്യം, 2 ദൈവത്തിൻ്റെ രാജ്യം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഇരുട്ടിൻ്റെ രാജ്യമുണ്ട്, ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. ഞാൻ ലൂക്കോസ് 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ജീസസ് knew their thoughts and said to them, any kingdom divided against itself will be ruined, and a house divided against itself will fall. If Satan is divided against himself, how can his kingdom stand? സാത്താൻ അവനെതിരെ തന്നെ നിന്നാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? എല്ലാവരും ശ്രദ്ധിക്കണം. 2
അദൃശ്യമാകുന്ന രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഓപ്പറേറ്റിംഗിലാണ്. ഒന്ന് പിശാചിൻ്റെ രാജ്യവും, രണ്ട് ദൈവത്തിൻ്റെ രാജ്യവും. ഈ രണ്ട് രാജ്യത്തിൻ്റെയും പ്രത്യേകത ഇത് രണ്ടും അദൃശ്യമാകുന്ന രാജ്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തെക്കാൾ, ഈ കാണുന്ന ദൃശ്യ ലോകത്തെക്കാൾ ഏറ്റവും പവർഫുള്ളും ഈ ദൃശ്യലോകത്തെ ഉണ്ടാക്കിയതും ഈ അദൃശ്യമാകുന്ന രാജ്യമാണ്. ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിൻ്റെയും പുറകിൽ കാണാത്ത ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളാണുള്ളത്. നിങ്ങൾ ഈ ഭൂമിയിൽ കൊറോണ എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നു എങ്കിൽ കൊറോണയെ നിർമ്മിക്കുവാൻ ഈ ഭൂമിക്ക് സാധ്യമല്ല. അത് അദൃശ്യമായ ലോകത്തിൽ നിന്ന് മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരാം. എബ്രായ ലേഖനം 11:3 പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് കാണാത്തതല്ലോ ആധാരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ വന്നിരിക്കുന്നത് കാണാത്ത ലോകത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ആ ആശയം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണോ? എബ്രായർ 11:3 പറയുന്നു, the visible came from the invisible. ഈ കാണുന്നത് കാണാത്ത മണ്ഡലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ came from the spiritual. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഫിസിക്കലി കാണുന്ന എല്ലാത്തിൻ്റെയും പുറകിൽ സ്പിരിച്വൽ ഉണ്ട്. സ്പിരിച്വൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റ കാര്യം അറിയത്തുള്ളൂ, ദൈവം. നോ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമല്ല, പിശാചും സ്പിരിറ്റാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ശബ്ദം എത്തിരി ഹല്ലേലൂയ പറയാം. ഈ സ്പിരിച്വൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവീകം, നിർബന്ധമില്ല. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റിൻ്റെ അകത്ത് രണ്ട് കിങ്ഡംസ് ആക്ടിവേറ്റഡ് ആണ്. ഒന്ന് ദൈവത്തിൻ്റെ രാജ്യം, രണ്ട് പിശാചിൻ്റെ രാജ്യം. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഈ ഭൂമിയിൽ പ്രകടമാകണമെങ്കിൽ മനുഷ്യനെ അവർ രണ്ടുപേരും ഉപയോഗിക്കും. ദൈവവും മനുഷ്യരെ ഉപയോഗിക്കും, പിശാചിന്റെ രാജ്യവും മനുഷ്യരെ ഉപയോഗിക്കും. ഇങ്ങനെയാണ് അവർ തങ്ങളുടെ പ്രോഗ്രാമുകളെ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയുടെ ആക്സിഡന്റ് കാണുന്നെങ്കിൽ ഓർത്തോ, അത് പിശാചിന്റെ പ്രീ പ്ലാനിങ് ആണ്. ഒരു വ്യക്തി വെന്റിലേറ്ററിൽ പെട്ടെന്നാകുന്നെങ്കിൽ ഓർത്തോ, അത് ചില നാളുകൾക്ക് മുൻപ് പിശാച് അതിനെ പ്രോഗ്രാം ചെയ്തതാണ്. എന്നാൽ അതിനെ തകർക്കുവാൻ എൻ്റെ യേശു കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:8 പറഞ്ഞത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ ദൈവപുത്രൻ എന്തിനാ ഭൂമിയിൽ പ്രത്യക്ഷനായത്? കാരണം പറയാം, ഈ പിശാചിന്റെ പ്രവർത്തികൾ മുഴുവൻ ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത് ഭൂമിയിലാണ്. അതുകൊണ്ട് ദൈവപുത്രൻ എവിടെ പ്രത്യക്ഷനാകേണ്ടി വന്നു? ഭൂമിയിൽ. ഓ, നിങ്ങൾക്ക് ആ മർമ്മം ഒന്ന് പിടികിട്ടിയിരുന്നെങ്കിൽ. അവിടെ എഴുതിയിരിക്കുകയാണ്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എവിടെ പ്രത്യക്ഷനായി? ഭൂമിയിൽ പ്രത്യക്ഷനായി. എന്തുകൊണ്ട് പ്രത്യക്ഷനായി? കാരണം ഇപ്പോൾ പിശാചിന്റെ പ്രവൃത്തിയുടെ റിസൾട്ടുകളാണ് ഭൂമിയിൽ നടക്കുന്നത്. അതിനെ മുഴുവൻ അഴിക്കണം. അതാണ് എൻ്റെ യേശുവിൻ്റെ പദ്ധതി, എൻ്റെ യേശുവിൻ്റെ പ്രോഗ്രാം. ഓ ഷാർക്കാറ്ററിയ. അതിനു വേണ്ടിയാണ് ദൈവം അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, പാസ്റ്റർമാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ പിശാച് ഇട്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ മുഴുവൻ അഴിഞ്ഞു പോയേ പറ്റൂ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ വീട്ടിലിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ, ഡിമോണിക് ആക്ടിവിറ്റീസ് നിങ്ങളുടെ വീട്ടിൽ മനഃപൂർവമായും ഡയറക്ട്ലി ഫ്രം ദ സ്പിരിച്വൽ കിങ്ഡം, ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, എങ്ങനെ വന്നിട്ടുള്ള അറ്റാക്കുകളും മന്ത്രവാദത്തിലൂടെ വന്ന അറ്റാക്കുകൾ എല്ലാം ഇപ്പോൾ ഈ ഹാർവസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അഴിഞ്ഞു പോകും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. റഫിയാൻറ്റസ്, റൊഫോനിയാസറ്റസ്, റാക്കിയാറ്റസ്, ഐ റിലീസ് ദ പവർ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 20ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 11:20 അവിടെ എഴുതിയിരിക്കുന്നു, യേശു പറയുകയാണ്, ബട്ട് ഇഫ് ഐ ഡ്രൈവ് ഔട്ട് ഡീമൺസ് ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ് ദെൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം അപ്പോൺ യു. ഞാൻ ദൈവത്തിൻ്റെ വിരലുകളാൽ ഭൂതത്തെ പുറത്താക്കുമ്പോൾ ദൈവരാജ്യം നിന്റെ മുകളിൽ വന്നുവല്ലോ. ഓ കമോൺ, ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദ റെലം ഓഫ് ഗ്ലോറി, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി, അല്ലെങ്കിൽ ദൈവരാജ്യ അനുഭവം എന്ന വിഷയമാണ്. ആ ദൈവരാജ്യം ഇറങ്ങുമ്പം ഭൂതം ഇറങ്ങിപ്പോകും.
ദൈവരാജ്യം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പിശാചിന്റെ രാജ്യം ഇറങ്ങി ഓടും. അതിന്റെ തെളിവാണ് ഡീമൺസ് ഇറങ്ങിപ്പോകും. ചിലർ പറയുന്നുണ്ട്, ബ്രദറെ എനിക്ക് പിശാചിന്റെ ബാധയൊന്നുമില്ല. ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, ലൂക്കോസ് 11:14. ജീസസ് വാസ് ഡ്രൈവിംഗ് ഔട്ട് എ ഡീമൺ ദാറ്റ് വാസ് മ്യൂട്ട് എന്ന് പറഞ്ഞ ഊമനായ ആത്മാവ്. എല്ലാവർക്കും ഒറ്റ കാര്യം അറിയത്തുള്ളൂ, ഡീമൺസ് ആണെങ്കിൽ ഇളകണമെന്ന് നിർബന്ധമില്ല. ചില ഡീമൺസ് ഊമയാ എന്ന് പറഞ്ഞാൽ പതുക്കെ ഇരുന്ന് നിന്നെ കൊല്ലുന്നതും ഡിമോണിക്കാണ്. നിനക്ക് ക്യാൻസർ ഇടുന്നതും ഡിമോണിക്കാണ്. ഊമനാക്കുന്നതും ഡിമോണിക്കാണ്. എപ്പോഴും ഇളകണമെന്നില്ല, എപ്പോഴും താഴെ വീഴണമെന്നില്ല, എപ്പോഴും ഭൂതബാധിതനായി തോന്നണമെന്നില്ല. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇട്ടിരിക്കുന്ന പല തകർച്ചകൾക്കും പുറകിൽ ഒരു ഡിമോണിക് കിങ്ഡത്തിന്റെ ആക്ടിവിറ്റികൾ ശക്തമായി അതിനെ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്തിട്ട് യേശു പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ വിരലുകളാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു, ദൈവരാജ്യം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങട്ടെ. ഞാനിപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങിയാൽ ആശുപത്രികൾ ക്യാൻസൽ ആകും. MRI സ്കാനുകൾ ഇപ്പോൾ ക്യാൻസൽ ആകും. യേശുവിന്റെ നാമത്തിൽ പിശാച് ഇട്ടിരിക്കുന്ന കിഡ്നി രോഗങ്ങൾ ഔട്ട്, ആർത്രൈറ്റിസ് ഔട്ട്, ബ്ലൈൻഡ്നെസ് ഔട്ട്, മ്യൂട്ട് ഔട്ട്, എല്ലാ ഓട്ടിസവും വെളിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അനേക സാക്ഷ്യങ്ങൾ ഈ എപ്പിസോഡിന് ശേഷം വരാൻ പോവുക. ലാർഹി സബാറ്റസ് റാബിയോ ടാസ്കറ സബാറ്റിയ. യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങുമ്പോൾ സമാധാനം റീസ്റ്റോർ ആകും, സന്തോഷം റീസ്റ്റോർ ആകും. കാരണം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനുമായി ഒരു രാജ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നതാ ഞങ്ങൾ മറ്റൊരു രാജ്യവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഈ രാജ്യത്തിൽ പവറുണ്ട്. ഞാൻ ദൈവത്തിന്റെ വിരലുകളാൽ ദൈവശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വീട്ടിൽ വന്നുവല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ മുകളിൽ വന്നുവല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ക്ലൈമറ്റ് നിങ്ങളുടെ വീട്ടിൽ ആക്ടിവേറ്റ് ആകുകയാ. ദൈവരാജ്യത്തിന്റെ അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിൽ ആക്ടിവേറ്റ് ആയാൽ പിന്നെ അവിടെ കേഴ്സ് ഇല്ല. Every demonic activity I cancel now in Jesus almighty name. Every demonic activity I cancel now. Hallelujah. Every demonic activity in their rooms, ventilator കിടക്കുന്ന ചിലർ, അത് demonic programming ആണ്. I break it. Hallelujah. നിങ്ങളുടെ വീട്ടിൽ witchcraft കൊണ്ടുവച്ചിരിക്കുന്ന break it. Hallelujah. Rasatas Rambotia Shanta Sara Kota Yasatasia. You are far above all the principalities and powers of the dark world. സകല അന്ധകാര ശക്തികൾക്കും അത്യന്തം മീതെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ കീഴിലല്ല നിങ്ങൾ, അതിന്റെ മുകളിലാണ് നിങ്ങൾ. നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യ അനുഭവത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹല്ലേലൂയ, അവൻ പിശാചിന്റെ ഫാർ എബവ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്ത്യാനി ഫാർ എബവ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ചട്ടക്കൂടി നിൽക്കുന്ന ക്രിസ്ത്യാനിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ശരിക്കും മഹത്വത്തിന്റെ തലത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ, മഹത്വത്തിന്റെ തലത്തിൽ നിങ്ങൾക്ക് ഉയർന്നു കയറാമെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മുകളിലാണ്, പിശാച് നിന്റെ കാലിന്റെ കീഴിലാണ്. All demonic programmings will be cancelled automatically in your life because you are seated far above all the principalities and powers of the dark world. എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്കും അന്ധകാരത്തിന്റെയും പ്രിൻസിപ്പാലിറ്റികളുടെയും അത്യന്തം മീതെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നിങ്ങളെ അത്യന്തം മീതെ ക്രിസ്തുവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ എന്താ ബ്രദറെ ഞങ്ങളുടെ ലൈഫിൽ ഇതൊന്നും ആക്ടിവേറ്റ് ആകാത്തത്? പറയാം, നീ സ്വർഗസ്ഥലത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നിന്നെ ആക്കിയ സ്ഥലത്ത് നിന്ന്, റെലം ഓഫ് ഗ്ലോറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന മിനിറ്റിൽ മാത്രമേ പിശാചിന് നിന്റെ ലൈഫിൽ ആക്സസ് ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, തിരിച്ചു കയറുക. ഇൻ ദ റെലം ഓഫ് ഗ്ലോറിയിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. ക്ലൈംബ് അപ്പ്. യോഹന്നാനോട് പറഞ്ഞ പോലെ ഇവിടെ കയറി വരിക. യേശുവിന്റെ നാമത്തിൽ ചിലരോട് ദൈവം ആഹ്വാനം ചെയ്യുന്നു, റെലം ഓഫ് ഗ്ലോറിയിലേക്ക് കയറി വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രിയ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രിയ ജനത്തിന്റെ ലൈഫിൽ ഇത്രയും നാൾ ആക്ടിവേറ്റഡ് ആയിരുന്ന എല്ലാ ഡിമോണിക് പ്രോഗ്രാമിങ്ങുകളും ക്യാൻസലായി കഴിഞ്ഞതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് തൊട്ട് അവരുടെ ലൈഫിൽ ആക്സിഡന്റുകളില്ല, ആശുപത്രികളില്ല, മരുന്നുകളില്ല, കേഴ്സുകളില്ല, സാമ്പത്തിക തകർച്ചകളില്ല, ലോണുകളില്ല, അന്ധകാരത്തിന്റെ പ്രവർത്തികളില്ല. I break every darkness now in Jesus name. I release the power of God into their lives. കർത്താവേ,
അവർ ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, ക്ലൈമറ്റ് ഓഫ് ഗ്ലോറിക്കകത്തേക്ക്, ഈ ഭൂമിയിലുള്ള ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഇപ്പോൾ കയറട്ടെ. തിരുകരത്തിലേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Amen. God bless you and see you in the next episode. Amen.